എന്നെ ഒന്ന് രക്ഷിക്കുമ്പ, എന്റെ ജീവൻ കൂടെ ഒന്ന് രക്ഷിക്കുക. എല്ലാരെയും രക്ഷിക്കുന്നതല്ലേ. തിങ്കളാഴ്ചയാണ് എൻ്റെ അമ്മയുടെ സർജറി. ഇനി 2 ദിവസം കൂടെ ഞങ്ങളുടെ മുന്നിലുള്ളൂ. ഞങ്ങൾക്ക് ഇനിയും 15 ലക്ഷം രൂപയും കൂടെ വേണം. എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ സർജറി ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവേണ്ടി വരും. എൻ്റെ അമ്മയുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുക്കാൻ പോകുന്നത് ഞാനാണ്. വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. ഒരു നിവൃത്തിയുമില്ല. ഇനി 48 മണിക്കൂർ മാത്രമാണ് ലില്ലി എന്ന് പറയുന്ന സഹോദരിയുടെ, അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അത്രയ്ക്കും സിക്കാണ് അവരുടെ അവസ്ഥ. മോളാണ് അമ്മയ്ക്ക് കരള് കൊടുക്കുന്നത്. ഇനിയും 15 ലക്ഷം രൂപ കൂടി കണ്ടെത്തണം. ഇനി ഇതുപോലെ ഒരു ആവശ്യം പറഞ്ഞിട്ട്, ഇവരുടെ ആവശ്യം പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയുമോ അറിയില്ല. ഇതൊരു അവസാനത്തെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുന്നിൽ. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നഴ്സാണ് ഈ കുട്ടി, പക്ഷെ ഒരാളും സഹായിക്കാനില്ല. ഞാനിവിടെ വരുമ്പോ തന്നെ ആ ബാങ്കിന്റെ ആവശ്യമായിട്ട് ഈ കുട്ടി പുറത്തും, അമ്മ ഒറ്റയ്ക്ക് ആശുപത്രിയിലാണ്. ഒരു മകള് അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടി നടക്കുകയാണ്. കരള് കൊടുക്കുന്നതും ഈ മകള് തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇത് നമ്മുടെ കുടുംബത്തെ ഒരവസ്ഥയായിട്ട് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലില്ലി ചികിത്സാ സഹായ കമ്മിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടും അവരുടെ ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം വെക്കുന്നുണ്ട്. വളരെ എമർജൻസി ആയിട്ട് 15 ലക്ഷം രൂപ കൂടി പ്രശ്നങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് മൂതാക്കരയിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരി ലില്ലി കഴിഞ്ഞ കുറേ കാലമായി ഗുരുതരമായ കരരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ കഴിയുകയാണ്. വളരെ നിർധനമായ ഒരു കുടുംബം, ഭർത്താവും ഒരു മകളും മാത്രമടങ്ങുന്ന കുടുംബം. മകൾ തസ്നസ് അവളുടെ കരൾ പകുത്ത് സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ആ കരൾ ഏറ്റുവാങ്ങി ജീവിതത്തിലേക്ക് അമ്മ ലില്ലി തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ ഈ കുടുംബം വളരെയേറെ പ്രയാസപ്പെടുകയാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ഒരു നിമിഷം ഈ കുടുംബത്തെ സഹായിക്കാൻ ഒന്ന് മുന്നോട്ട് വരണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്.